ഞാൻ മതില് ചാടി വന്ന പെണ്ണൊന്നും അല്ല. 4 പേര് കാണുക താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ യഥാർത്ഥ മരുമകള്. ഒളിച്ചു ചാടി വന്ന മരുമകളായവളുടെ പാത്രം കഴുകേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. എന്തു പറഞ്ഞാലും മതിൽ ചാടി വന്നു. അതല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ നിങ്ങൾക്കൊന്നും. പ്രേമൊന്നും പറഞ്ഞ് പുറകെ വാലാട്ടി നടന്നവന്റെ ഗതികേട് കണ്ടിട്ടാ മതിൽ ചാടേണ്ടി വന്നത്. അത് എന്റെ തെറ്റ് തന്നെയാ. എന്നുവെച്ച് അധികം കിടന്നങ്ങ് വിളയല്ലേ. എന്റെ കുഞ്ഞിന് വിഷം കൊടുത്തു തൊലച്ച കുടുംബക്കാരാ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കണക്കായിപ്പോയി. അതിന്റെ കണക്കാ ഞാൻ തീർത്തോണ്ടിരിക്കുന്നെ. എന്റെ എല്ലാ ദാസിപ്പണികളും ഇവിടെ ഉള്ളവര് ചെയ്തു തീർക്കണം. ഇതെന്റെ പ്രതികാരമാ. പ്രതികാരവും ധാഷ്ടിയൊക്കെ സ്വന്തം കുടുംബത്തിൽ പോയി കാണിച്ചാ മതി. എന്നോട് കാണിച്ചാ ഞാൻ വകവെക്കില്ല. അതിന് നീ ആരാണ്? ഇവിടുത്തെ കെട്ടിലമ്മയോ? എന്താ ഇവിടെ പ്രശ്നം? എന്റെ പാത്രം കഴുകാൻ ഇവൾക്ക് മനസ്സില്ലാന്ന്. അത്രയ്ക്കങ്ങ് അഹങ്കരിക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്താ സുചിത്ര ഇതൊക്കെ? ഹരിതയുടെ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചാ നിനക്ക് എന്ത് കുറവാ സംഭവിക്കാൻ പോകുന്നത്? കേട്ടല്ലോ, ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാ അമ്മയും ചോദിക്കുന്നേ. അപ്പോ തെറ്റ് നിങ്ങളുടെ ഭാഗത്താ. മോളെ, വഴക്ക് വേണ്ട. നിന്റെ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. ഇവിടെ ശരിയാവും തോന്നില്ല. അടുക്കളക്കാരിയുടെ ആട്ടും തുപ്പും കൊണ്ട് ഔദാര്യത്തിൽ കഴിയേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ദേവി, പ്രശ്നമാവുമല്ലോ. എനിക്ക് ഒരു സൗകര്യമില്ലല്ലോ. നീ എന്തിനു തുണികളൊക്കെ പാക്ക് ചെയ്യുന്നേ? ഹരിത, എന്തു പറ്റി? നീ എങ്ങോട്ടീ പോകുന്നേ? ഹരിത, നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. മറ്റുള്ളവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? എല്ലാം പെറുക്കി കേട്ട് നീ പൊറുതി മാറുക എന്ന് പറയണോ? പൊറുതി മുട്ടിയാലേ പൊറുതി മാറുകയെ നിവർത്തിയുള്ളൂ. ഹരിത, നീ ഒന്ന് തെളിച്ചു പറ. മിണ്ടി പോരുത്. എന്താ ഇത്? മോറ് നിക്കാനാ പറഞ്ഞേ. ഹരിത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. ഞാനിപ്പോ ആരുമില്ലാത്തൊരു അടുക്കളക്കാരുടെ മകളായി പോയില്ലേ? അതുകൊണ്ടല്ലേ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അമ്മ കുറ്റപ്പെടുത്തിയത്. ഹരിതയുടെ എച്ചിൽ പാത്രം അമ്മ കഴുകിക്കോളാന്ന്. അവള് കരുണാകരക്കുറുപ്പിന്റെ മോളല്ലേ, കോടീശ്വരി. എല്ലാവരും അവളുടെ ഭാഗത്തെ നിൽക്കും. ഈ അവഗണനയെ സഹിച്ച് എത്ര നാളിങ്ങനെ കഴിയും എന്റെ ഈശ്വര. ഇങ്ങനത്തെ ഒരു ഗതിയായി പോയല്ലോ എനിക്ക്. മാനത്തെ കൊട്ടാരം